നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെല്ലാവരെയും മണ്ടന്മാരാക്കിയിരിക്കുകയാണ്. വിശാൽ ഈ വീട്ടിലേക്ക് വന്നത് ഒരു വെറും വരവാന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നാലല്ല, കണക്കൂട്ട് തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. അങ്ങനെയല്ല സർ, വിശാലിന്റെ മനസ്സിലൊന്നുമില്ല എന്ന് നിരഞ്ജന് തോന്നും. എനിക്കും അങ്ങനെ തോന്നിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ അവന് കൊടുത്തു, വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്നു. എന്നിട്ട് അവൻ എന്നോട് ചെയ്തതോ? ആ അനുഭവം നിങ്ങൾക്കും വരും. ഇല്ല സർ, ഒരിക്കലും വരില്ല. ഞാൻ പറഞ്ഞില്ലേ സർ, പഴയ വിശാലൊക്കെ എന്നേ മരിച്ചു. ഇത് പുതിയൊരാളാ. ഈ വിശാലിന് ആരെയും വഞ്ചിക്കാനും ദ്രോഹിക്കാനും ഒന്നും പറ്റില്ല. അവനെപ്പറ്റി പറയുമ്പോഴൊക്കെ നിങ്ങൾ അവന് അനുകൂലമായി സംസാരിച്ചത് കൊണ്ടൊന്നും എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല നിരഞ്ജൻ. ഓരോ തവണ വിശാലിന് അനുകൂലമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് അവനോടുള്ള ദേഷ്യം കൂടിക്കൂടിയാ വരുന്നത്. സൂക്ഷിക്കണം, കണ്ണും കാതും കൂർപ്പിച്ചു വെക്കണം. അല്ലെങ്കിൽ അവൻ പലതും അപഹരിക്കും, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പോലും. വിശാല് മാറിയെന്ന് ഞാൻ എങ്ങനെയാ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? മുൻവിധിയോടെ ആരെയും കാണരുത് സർ. അതെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നിരഞ്ജൻ, എനിക്കൊരു സഹായം ചെയ്തു തരാമോ? 2 ദിവസമാണെന്നാണല്ലോ അവൻ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് അവനോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം. ഒരുപാട് ആഗ്രഹിച്ചിട്ടാ വിശാല് വന്നിരിക്കുന്നത്. ഇറങ്ങിപ്പോകാൻ എങ്ങനെ പറയും? അവനെ നിരഞ്ജൻ അറിയില്ല. 2 ദിവസമൊക്കെ തന്നെ അവന് വളരെ കൂടുതലാ. ഈ വീട് തന്നെ അവൻ പിടിച്ചെടുത്ത് കളയും. എന്നിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യണമെന്നൊക്കെ അവൻ തീരുമാനിക്കും. അവനറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു നെരിപ്പോടിനുള്ളിലാ ഞാൻ ഈ വരുന്ന 2 ദിവസങ്ങൾ ജീവിക്കാൻ പോകുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി. ഞാൻ വിചാരിച്ചത് നീ വരില്ലെന്നായിരുന്നു. ഞാനെന്തിനു വരാതിരിക്കണം? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. ജയിച്ചു എന്നാവും വിചാരിക്കുന്നത്. ഞാൻ അഹങ്കരിക്കാറില്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് എല്ലാവരും അനുഭവിക്കുന്നത്. ശരത്തോ അതെ. എല്ലാ കാലവും ശരത്ത് ഇങ്ങനെ അകത്ത് കിടക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ആഗ്രഹം. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ മാത്രം അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല ഞാൻ. ഞാൻ ശരത്തിനെ ജാമ്യത്തിൽ ഇറക്കും. സംശയമുണ്ടോ? നിനക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. ദാ ഇത് കണ്ടോ, കാശ് പാർവതിയമ്മ തന്നത്. കാശാണോ ജാമ്യത്തിന്റെ അടിസ്ഥാനം? അത് വകുപ്പുകളല്ലേ? വകുപ്പുകളാണ്, കാശുമാണ്. പിന്നെ എന്നെ പോലൊരു വക്കീലിന്റെ തലയും വേണം. നിന്നെ പോലൊരു വക്കീല്. അപ്പുറത്ത് സിദ്ധുവാണ്. എന്റെ ഭർത്താവല്ലേ സിദ്ധു. എനിക്കറിയാം അയാളുടെ കഴിവ് കേടും. ഇത് പറയാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? സിദ്ധുവിനെ കുറിച്ച് പറഞ്ഞപ്പോ പൊള്ളിയല്ലേ? അങ്ങനെ തോന്നിയോ? എനിക്കറിയാലോ നിന്റെ മനസ്സ്. എനിക്ക് നിന്റെ മനസ്സും അറിയാം. അതുകൊണ്ടൊരു തർക്കത്തിനൊന്നും ഞാനില്ല. നീ നിന്റെ ജോലി ചെയ്, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോളാം. ബാക്കിയൊക്കെ തീരുമാനിക്കേണ്ടത് ഈ നാടിന്റെ നിയമവ്യവസ്ഥയല്ലേ? അതുപോലെ സംഭവിക്കും. വിധി എന്ത് തന്നെ ആയാലും അത് ഏറ്റുവാങ്ങിയല്ലേ പറ്റൂ. അതിപ്പോ ഞാനായാലും നീ ആയാലും. നിന്റെ വിധി ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ശരത്തൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. പുറത്തിറങ്ങി അവൻ എന്ത് ചെയ്യോടി? എന്നെ ഇല്ലാതാക്കി കളയോ? നിന്നെ പോലുള്ളവളുടെ വിവരം കേട്ട വാക്കും പുകഴ്ത്തലും കേട്ട അവൻ ഇത്രയും വഷളായത്. മോളെ, നിയമബിരുദം ഇല്ലെന്നേ ഉള്ളൂ. നിയമങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ സാമാന്യബോധം എനിക്കുണ്ട്. നീ അവന്റെ വക്കീലല്ലേ, ശ്രമിച്ചു നോക്ക്. ജാമ്യം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ വാദിയായതുകൊണ്ട് ജാമ്യം കിട്ടാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഒരു മത്സരം.
ഫ്രണ്ട്ലി മാച്ച്. ആര് ജയിക്കും നമുക്ക് നോക്കാം. വരട്ടെ. ഇനി ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്നെ വിളിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്തായി, കിട്ടിയോ കാശ്? എവിടെ? നീ ഇതിന്ന് എത്ര എടുത്തു? ഞാനൊന്നും എടുത്തില്ല. അത് നോണ, നിന്നെ എനിക്കറിയില്ലേ. പകുതി മുക്കിയല്ലേ. ഇത് ഒരു അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. ബാക്കി ശരത്തിറങ്ങി കഴിയുമ്പോ. ഇത്ര ആക്രാന്ത പാടില്ല പണത്തോട്. എന്തോ? അതൊന്നുകൂടെ പറഞ്ഞേ. എടീ, പണത്തിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെ പരക്കം മഞ്ഞ് നടക്കുന്നേ? ഇത്രയും കാലത്തെ ജീവിതത്തിനിടയില്ലേ നല്ലത് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ. എടീ, എനിക്കറിയാവുന്ന എത്രയോ തരിയുടെ പരിപാടികൾ നീ കാശിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ ഭാര്യയായിട്ട് കഴിയുന്നവരും കാശിന് വേണ്ടി തന്നെയല്ലേടി? അതെന്റെ ഗതികേടുണ്ട്. അതുപോലെ അല്ല ഇത്. വലിയ പണക്കാരൊന്നും അല്ല ശരത്തിന്റെ ബന്ധുക്കള്. അവരുടെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്നൊന്നും ശരിയല്ല. ഇത് ക്രിമിനൽ കേസാ. ജാമ്യം കിട്ടുമെങ്കിലേ കാശിന് കാശ് തന്നെ മുടക്കണം. ആ പാർവതിയുടെ കയ്യില് ഗോൾഡ് എത്ര ഉണ്ട്? എന്തിനാ? സ്വർണത്തിനൊക്കെ ഇപ്പൊ നല്ല വിലയല്ലേ? അതിന് എടി, നമുക്കത് അടിച്ചു മാറ്റാടി. 50-50. നിനക്ക് പകുതി, എനിക്ക് പകുതി. ഞാനില്ല, ഞാനതിനൊന്നും കൂട്ടിവെക്കില്ല. എടി, നീ ഒന്നും ചെയ്യണ്ട. കേസിന്റെ കാര്യം പറഞ്ഞെങ്കിൽ വാങ്ങിയാൽ മതി. ഇല്ല, എന്നെ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നിനക്കൊന്നും രക്ഷപ്പെടാൻ അറിയില്ല. ദൈവം ഒരുപാട് അവസരവും തരില്ല. ഏറിയാൽ 1-2 വട്ടം അതിൽ പിടിച്ചാൽ കയറിയേക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നടന്ന് നിറയിക്കാം. പൊന്നു മോളെ, അങ്ങനെ എന്തും കിടന്ന് നിറയ്ക്കാൻ എന്തായാലും ഞാനില്ല. എനിക്ക് എങ്ങനെയും കാശുണ്ടാക്കണം. അതാണ് എന്റെ മനസ്സിൽ. തൽക്കാലം ഇതും കൊണ്ട് പോ. പിന്നെ ഒരു കാര്യം, ശരത്ത് പുറത്തിറങ്ങിയിരിക്കണം. അവസാനം ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതും ഇതും പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കരുത്. കോടതിയാണ്, നിയമമാണ്. എന്നാലും ഞാൻ പറയാം, ശരത്തിന് ജാമ്യം കിട്ടിയിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്.